ദിയ കൃഷ്ണയും മറ്റ് ബിഗ് ബോസ് താരങ്ങളും തമ്മിലുള്ള ചകട. അപ്പൊ ഞങ്ങൾ അവിടെ വെൽ ഡ്രസ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നോറ അവിടെ വെൽ ഡ്രസ് നിൽക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയിട്ട് നോറയുടെ ദേഹത്തെ കേക്ക് തേച്ചാലും വന്നിട്ട് ചിരിക്കുന്ന 4 സ്മൈലീസ്. കുട്ടിക്ക് 4 താല്പര്യം. I think like ഒന്നിലൊന്നുമല്ല, 3-4 താല്പര്യം. ഈ പ്രസ്തുത വ്യക്തിക്ക് ഒന്നിലധികം പ്രണയബന്ധങ്ങളുണ്ടായിരുന്നു. ആ പ്രണയബന്ധങ്ങളെയാണ് ഇവർ ഈ 4, 5, ഒന്നിലധികം, ഒന്നിലേറെ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോറി, നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ചെയ്തല്ലോ, ഞാനില്ലേ കിലോ കണക്കിന് അരിയോ സാധനം തിന്നിട്ട് ഞാൻ കടലിലേക്ക് ഇതാക്കി അങ്ങനെ ചെയ്യാൻ കിലോ കണക്കിന് വേസ്റ്റ് ആക്കണമെന്നില്ല ഇത്തരത്തിലൊരു കാര്യം പറയാൻ. ഒരു അരിമണിയോളം ആണെങ്കിലും അത് വേസ്റ്റ് ആക്കൽ തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടോ? സോ ഇഫ് ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ശ്രദ്ധ നേടാനും മാത്രം നിങ്ങൾ പ്രമുഖരായില്ല എന്നുള്ളതാണ്. എദർ ഇഫ് ഇറ്റ് ഈസ് ഇൻ യുവർ ഓൺ കണ്ടന്റ്, അത് നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് അല്ല എങ്കിൽ യുവർ ചാനൽ ഗെറ്റ് ഡിലീറ്റഡ്. വല്ലവൻ്റെയും ചാനലിലെടുത്ത കണ്ടന്റ് പുള്ളിക്കാരി എടുത്തിട്ടിട്ട് അതിൻ്റെ താഴെയാണ് പുള്ളിക്കാരി. അപ്പോൾ ഇത് മറ്റൊരാളുടെ കണ്ടന്റ് അല്ലേ നിങ്ങൾ ഈ എടുത്തിട്ട് പറഞ്ഞേക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പൂട്ടിപ്പോണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ നമ്മൾക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ദിയ കൃഷ്ണയും മറ്റ് ബിഗ് ബോസ് താരങ്ങളും തമ്മിലുള്ള ചകട മുജമാലു ചകട. ആ ചകടയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. സിജോ പ്രതികരിച്ചിട്ടുണ്ട്, നൂറാ മുസ്കാൻ പ്രതികരിച്ചിട്ടുണ്ട്, സീക്രട്ട് ഏജൻറ്റ് കുറച്ച് സർക്കാസ്റ്റിക്കായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മുടെ ദിയ തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഈ പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ പ്രശ്നത്തിൻ്റെ തുടക്കമായ സിജോ മോൻ പ്രതികരിച്ച് തുടങ്ങാം. സംഭവം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സംഭവം നിസ്സാരമാണ്. സിജോയുടെ കല്യാണമായിരുന്നു. കല്യാണ സമയത്ത് നോറ സിജോയുടെ മുഖത്തുകൊണ്ട് കേക്ക് പുരട്ടി. ഇവരെല്ലാം ബിഗ് ബോസിലുള്ളവരാണ്. ആ സമയത്ത് ആ കേക്ക് പുരട്ടിയ വീഡിയോ എടുത്തിട്ട് ദിയ കൃഷ്ണൻ സ്റ്റോറി ആക്കിയിട്ട് അതിൻ്റെ താഴെ എഴുതി പിടിപ്പിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തായിരുന്നു ഇതുപോലെ കേക്ക് വാരിപ്പറ്റിയിരുന്നെങ്കിൽ പിന്നീട് അവൾ കേക്ക് അവനോ കേക്ക് തിന്നാൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ട് വളരെയധികം ചർച്ചയായി പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം സീക്രട്ട് ഏജൻറ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് സീക്രട്ട് ഏജൻറ്റിനെ കുള്ളൻ എന്ന് വിളിച്ചതിനകത്ത് 4 സ്മൈലി അടിച്ചു വെച്ചു. ഇതൊക്കെയാണ് സംഭവം. ഇതിനോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാട. അപ്പോൾ സിജോ ഇതിന് പ്രതികരിക്കുന്ന കാണാം. സിജോയുടെ കല്യാണത്തിനാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായേ. നമുക്ക് തോന്നിയ ഒരു ഫണ്ട് അവൾ അവിടെ ചെയ്തിട്ട് പോയി, കേക്ക് കൊണ്ടുപോയി തേച്ചു. ആ വിഷയം ഇപ്പൊ ഭയങ്കര ചർച്ചാ വിഷയമാണ്. പക്ഷെ അതിനിടയിലേക്ക് പുതിയൊരാളൂടെ കടന്നു അല്ലെ, വിളിക്കാതെ കയറി വന്ന ഒരു അതിഥി. വിളിക്കപ്പെടാതെ കയറി വന്ന ഒരു അതിഥിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിഥി നമ്മുടെ സ്വന്തം ദിയ കൃഷ്ണ അല്ലേ. ആ അതിഥിക്ക് പക്ഷെ നമ്മൾ ആരും അറിയില്ല, നമ്മൾ ആരാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം നമ്മൾ ആരും അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഞാനിത് മറ്റേ ഒരു കുത്തി പറയുന്നതല്ല. കുത്തി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ മൊത്തം സിജോ കുത്താണ് അവർക്കിട്ട് കുത്തിയേക്കുന്നത്. ബിഗ് ബോസിൽ പോയതുകൊണ്ട് മാത്രം ഒരാൾ വലിയൊരു ഫെയിം ആകും, അയാളെല്ലാം എല്ലാം ആയി എന്നില്ല, അങ്ങനത്തെ അർത്ഥമില്ല. അപ്പോൾ അവർക്ക് നമ്മളെ അറിയില്ല. അവരുടെ പേര് ദിയ കൃഷ്ണൻ ആണ്. പക്ഷെ അവരെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാൻ പറ്റില്ല, പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ പരിപാടി ഏകദേശം തീർന്നു. അവള് പെട്ടെന്ന് കേക്കുമായിട്ട് വരുന്നു, കേക്കിന്റെ ദേഹത്തുകൊണ്ട് തേക്കുന്നു. അത് സത്യം പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന്, കാരണം നോറ എന്റെ അടുത്ത് നേരത്തെ വന്ന് പണി തരുമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അതിനെ ചിന്തിക്കുന്നില്ല, മറന്നുപോയി. നോറ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ കമന്റ് അല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പൊ എനിക്ക് പലരും പറഞ്ഞു സിജോ ഭയങ്കര മോശമല്ലേ നോറ കാണിച്ചത്. ഇപ്പോൾ ഒരു തേർഡ് പേഴ്സൺ നോക്കുമ്പോൾ ഇപ്പൊ വേറൊരു പരിപാടിക്ക് ഒരു കല്യാണ പെണ്ണ് അവിടെ അവരുടെ വെൽ ഡ്രസ്സിൽ നിൽക്കുകയാണ്. അവിടെ കൊണ്ടുപോയിട്ട് കേക്ക് തേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക്, ഞാൻ നോറയുടെ പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും കല്യാണമോ ബർത്ത്ഡേയോ എന്നുള്ളതല്ല, ആ വ്യക്തി അവരുടെ മൊമെന്റ് ആണ്. ഇപ്പൊ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ മൊമെന്റ് ആണ്, കല്യാണം ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ മൊമെന്റ് ആണ്. അപ്പൊ ഞങ്ങൾ അവിടെ വെൽ ഡ്രസ്സിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നോറ അവിടെ വെൽ ഡ്രസ്സിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയിട്ട് നോറയുടെ ദേഹത്തെ കേക്ക് തേച്ചാലും നോറ എന്റെ അടുത്ത് വന്ന് കേക്ക് തേച്ചാലും അത് തെറ്റാണ്, നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അത് ഞങ്ങൾക്കിടയിലുള്ള ഒരു ഫൺ മൊമെന്റ് ആണ്. അയ്യോ, ഈ ഞങ്ങൾക്കിടയിലുള്ള ഫൺ ഈ വീഡിയോയ്ക്കകത്തൊരു 45 തവണയെങ്കിലും സിജോ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്കിടയിലുള്ള ഫണ്ണാണ്, അത് ഞങ്ങൾക്കിടയിലുള്ളൊരു ഫണ്ണാണ്, ഇത് ഞങ്ങൾക്കിടയിലുള്ളൊരു ഫണ്ണാണ്. ഈ ഫണ്ണ് കേട്ട് എൻ്റെ ഫണ്ണ് വരെ അടിച്ചുപോയി. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യം ഈ കേക്ക് മുഖത്ത് പുരട്ടിയതായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഞാൻ ഇതിനെതിരാണ്. ഞാൻ ഈ കേക്ക് മുഖത്ത് പുരട്ടാൻ നിന്നു കൊടുക്കാറില്ല, അത് ഞാൻ അതിനെ സമ്മതിക്കാറില്ല, എനിക്കത് താല്പര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. നിങ്ങൾ എന്നെ ഓഡിറ്റ് ചെയ്ത സീക്രട്ട് ഏജൻറ്റ് പക്ഷേ പറഞ്ഞ് എന്നെ ഓഡിറ്റ് ചെയ്താൽ അങ്ങനെ സാധനം കിട്ടത്തില്ല, എൻ്റെ മുഖത്ത് കേക്ക് കേട്ട് നിൽക്കുന്ന സാഹചര്യം കിട്ടത്തില്ല.
ഞാൻ ആരുടെ മുഖത്ത് പെരട്ടാറുമില്ല. എൻ്റെ മുഖത്ത് അബദ്ധത്തിൽ പെരട്ടിയാലും ഞാൻ ആരുടെ മുഖത്ത് കേക്കൊന്നും മാതിരി പെരട്ടാറുമില്ല. ഇതിനകത്ത് പ്രധാനമായൊരു പ്രശ്നം ബർത്ത്ഡേയോ വെഡിങ്ങോ എന്ത് ചടങ്ങായാലും ഭക്ഷണ വസ്തു മുഖത്ത് പെരട്ടിയതാണ് ഒരു പ്രശ്നമായിട്ട് മെയിനായിട്ട് വന്നത്. അത് നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ, നിങ്ങളെല്ലാവരും ഒരു ഇൻഫ്ലുവൻസർ സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ നിങ്ങളതിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത പോലെ പോയി. ഇത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. ഇത് ആർക്കും തെറ്റെന്ന് തോന്നാത്തൊരു സാധനമാണ്. എന്നിരുന്നാലും നിങ്ങളതിനെ കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് വിടുന്ന പോലെ പലർക്കും ഫീലായി. എല്ലാവരും എതിർത്തത് ഈ കേക്ക് തേച്ച സാധനത്തിനെയും പിന്നെ സിജോയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സിജോയുടെ കല്യാണത്തിന് സമയത്ത് സിജോയുടെ മോന്തയ്ക്ക് ക്രീം വരി പെട്ടതിനകത്ത് അല്ലെങ്കിൽ ആ മുഖത്ത് അങ്ങനെ ചെയ്തതിനകത്ത് സിജോയ്ക്ക് പരാതി ഇല്ലെങ്കിൽ നമുക്കും പരാതിയൊന്നുമില്ല. നമുക്കെന്ത് പരാതി, പുള്ളിയുടെ കല്യാണമാണല്ലോ അത്. പക്ഷേ ഈ ക്രീം പെരട്ടിയതിനോട് അല്ലെങ്കിൽ കേക്ക് മുഖത്ത് പെരട്ടിയതിനോട് ഞാനും എതിരാണ്. രണ്ടുപേരും, ഇദ്ദേഹം നോറയെ പെരട്ടേനും നോറ ഇദ്ദേഹത്തെ പെരട്ടേനും ഞാൻ എതിരാണ്. തീർപ്പുകൾ എനിക്കുണ്ട്. ഒന്ന് ഞാൻ ആ സ്റ്റോറി ഒന്ന് വായിക്കാം. ഐ സീരിയസ്ലി ഡോണ്ട് നോ ഹൂ ദേ ആർ. സ്വാഭാവികം, കാരണം നമ്മൾ വലിയ ആൾക്കാരല്ല, ഞങ്ങള് എന്താ പറയണ്ടേ, നെപ്പോ കിഡ്സ് അല്ല, ഞങ്ങൾ ഇന്റർനാഷണൽ ഫെയിം അല്ല, ഞങ്ങൾക്ക് കുടുംബത്തിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനൽസ് ഇല്ല, ഞങ്ങൾ ഒറ്റക്ക് വഴിവെറ്റി വന്ന ആൾക്കാരല്ല. നിങ്ങൾ എല്ലാവരും ഒറ്റക്ക് വഴിവെറ്റി വന്ന ആൾക്കാരാണ്. ഒബിയസ്ലി നിങ്ങൾ വലിയ വലിയ ആൾക്കാർ. ഓക്കെ ഫൈൻ. അമ്മാതിരി ഊക്ക് സിജ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയ്ക്ക് പലരും റിയാക്ട് ചെയ്തപ്പോഴത്തേനും ഞാൻ കാണാൻ സാധിച്ചു ബിഗ് ബോസ് എല്ലാവരും അറിയണം എന്ന് പല യൂട്യൂബറും വാശി പിടിക്കുന്നുണ്ട്. എന്തുവാടെ യൂട്യൂബ് ബിഗ് ബോസ് അറിയത്തില്ല, താരങ്ങളെ അറിയത്തില്ലേ? അങ്ങനെ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അവർക്ക് ഇവരെ അറിയത്തില്ല. യൂട്യൂബ് അവർ മറ്റ് സെലിബ്രിറ്റീസിനെ ഒന്നും അവർ കാണുന്നില്ല. അവർ അവരുടെ കണ്ടന്റ് അവരുടെ സാധനം വിട്ടു പോകുന്നു. അവരുടെ വീഡിയോ എല്ലാവരും കണ്ടോണം. അവർക്കാരും അറിയേണ്ട കാര്യമില്ല. അവരാരെയും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ബിഗ് ബോസ് താരങ്ങളെ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞതിൽ ഒരു പ്രശ്നമാക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്കറിയില്ല, ദാറ്റ്സ് ഫൈൻ. അവർക്കറിയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? But if someone did that to my man on our special day, he or she won't leave another day to eat cake. അതായത് അവൻ എൻ്റെ ചെറുക്കൻ്റെ മുഖത്താണെങ്കിൽ അത് പുരട്ടിയിരുന്നെങ്കിൽ പിന്നീട് ഒരു തവണ കേക്ക് കഴിക്കാൻ അവൻ ഉണ്ടായില്ലായിരുന്നു. ഇതാണ് ദിയ എഴുതിയത്. സിജോ ഇച്ചിരി ലാഗ് അടിച്ച് വായിച്ചുകൊണ്ടാണ് ഞാനൊന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കട്ടെ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് കേക്ക് ഭാരതത്തിൽ നിരോധിച്ച് കളയും. എന്ത് ചെയ്യാൻ സാധിക്കും? അവർ നിരോധിക്കും. അവർക്ക് അതിനുള്ള പവറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. വിത്തിൻ മണിക്കൂറുകൾക്കകം ഒരാളുടെ വീട്ടിൽ പോലീസിനെ വിട്ട് അവർക്കെതിരെ വിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചതുപോലെ തന്നെ കേക്ക് ഇവിടുന്ന് നിരോധിച്ച് കളയാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങളെ തകർത്ത് കളയും എന്നല്ല അതിൻ്റെ അർത്ഥം. അവർ കേക്ക് നിരോധിക്കും. ഇന്ത്യയിൽ എൻ്റെ ചെറുക്കൻ്റെ മുഖത്താരെങ്കിലും കേക്ക് പുരട്ടി ഞങ്ങളുടെ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി ഭാരതത്തിൽ ആര് കേക്ക് തിന്നണ്ട എന്നൊരു നിലവാരത്തിൽ വരും. അതിൽ നിങ്ങളത് ചെയ്യാഞ്ഞ കാര്യം, കാരണം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളവർക്ക് കേക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ സീക്രട്ട് ഏജൻറ്റിലേക്ക് വരുവാണെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സീക്രട്ട് ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയെ ചുംബിക്കുന്നൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ താഴെ ഏതോ ഒരുത്തം വന്നിട്ട് കുള്ളൻ ഉമ്മ വെക്കാൻ എത്തുന്നില്ല എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടു. അതിൻ്റെ താഴെ ഈ ദിയ കൃഷ്ണൻ വന്നിട്ട് 4 ചിരിക്കണ സ്മൈലി ഇട്ടു. ഈ 4 ചിരിക്കണ സ്മൈലി അവരിടേണ്ട കാര്യമില്ലായിരുന്നു. ബേസിക്കലി അവരൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഒരാളെ ബോഡി ഷേമിങ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ താഴെ അവർ കമൻറ്റ് ഇട്ടത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. അതിനെക്കുറിച്ച് സീക്രട്ട് ഏജൻറ്റ് അവരെടുത്തിട്ട് റോസ്റ്റ് ചെയ്തു. സീക്രട്ട് ഏജൻറ്റ് ഈ റോസ്റ്റ് ചെയ്ത സാധനം പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കതിലേക്ക് വരാം. അത് വേറൊരു കോമെന്റിന് വേറൊരു കോമെന്റിന് റിപ്ലൈ ആണ്. നമ്മളെ കിസ് ചെയ്യുന്ന വീഡിയോന്റെ അടിയിൽ ഒരു കോമെന്റ്, കുള്ളന് എത്തുന്നുമില്ല, ദേ കോൾ മീ കുള്ളൻ, നീളം കുറവാണ്, ഞാൻ കുള്ളനാണ്, സ്നേഹേനെ എനിക്ക് ഉമ്മ വയ്ക്കാൻ എത്തുന്നില്ല. എടേ, അത് അവരുടെ കാര്യമല്ലേ. അവർ ഉമ്മ വെക്കുവോ തലയും കുത്തി നിൽക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അവരുടെ ഭാര്യയും ഭർത്താവും ഇല്ല അവർ. ആ ഭാര്യയ്ക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം ആ ഭർത്താവ് ഉമ്മ വെക്കുവോ തലയും കുത്തി നിൽക്കുവോ എന്തോ ചെയ്യട്ടെ. കണ്ടു നിൽക്കുന്നവർ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവൻ എന്താണ് പ്രശ്നം? അതിനടിയിൽ വന്നിട്ട് ചിരിക്കുന്ന 4 സ്മൈലി ഒരു കാണിക്കും. ഇവിടെ മാത്രമല്ല, ചിദംബരം യു നോ ദാറ്റ് കുടിയിൽ വീണ സിനിമാസ് ഡയറക്ടർ, തമിഴിൽ പോയിട്ട് എന്നെ ഫേമസ് ആക്കിയ ആ വീഡിയോയുടെ അടിയിലും ദിയ കൃഷ്ണ ഒന്നിലൊന്നുമല്ല, 3-4 താല്പര്യം. എന്താണെങ്കിലും അങ്ങനെ 4 കമന്റ്സ് അവിടെ ഇട്ട് 4 സ്മൈലീസ്, 4 or 5 like I've seen something, one or two. ഒന്നിനും സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. Usually she used to put 1 or 3 or 4. She used to have one more than 2 to 3 comments. 2-3 smileys. Okay.
ഇതാണ് പല ആളുകൾക്കും ഇവർ ഉദ്ദേശിച്ച സർക്കാസം എന്താണെന്ന് മനസ്സിലാകാതെ പോയൊരു സാധനം. അതായത് ഈ പ്രസ്തുത വ്യക്തിക്ക് ഒന്നിലധികം പ്രണയബന്ധങ്ങളുണ്ടായിരുന്നു. ആ പ്രണയബന്ധങ്ങളെയാണ് ഇവർ ഈ 4, 5, ഒന്നിലധികം, ഒന്നിലേറെ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഉദ്ദേശിച്ച സെൻസിൽ പല ആളുകൾക്കും ഇത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് ഇത് പുള്ളിക്കാരിയെ വീണ്ടും ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇത് മാത്രമല്ല, ഈ ദിയ കൃഷ്ണൻ സായിയെക്കുറിച്ച് മറ്റ് ചില കാര്യങ്ങളൂടെ ചെയ്തിട്ടുണ്ട്. ദിയ കൃഷ്ണൻ്റെ സ്റ്റോറിയിൽ പോയിട്ട് അരി വാങ്ങാൻ നിർഗുണ കുടുംബത്തെ സഹായിച്ച ആൾക്ക് ഉണ്ണിമൂന്നിൻ്റെ പടമൊക്കെ ഇട്ടിട്ട്, അതായത് സീക്രട്ട് ഏജൻറ്റിനെ എങ്ങനെയൊക്കെ ഡിഫെയിം ചെയ്യാൻ പറ്റുമോ ആ തരത്തിലെല്ലാം ഡിഫെയിം ചെയ്യാനായിട്ട് നമ്മുടെ ഈ ദിയ കൃഷ്ണൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനം ഭയങ്കര അധികം വൈറലാകുകയും ഭയങ്കര മോശമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ സാഹചര്യത്തിൽ പുള്ളിക്കാരി മറ്റൊരു സ്റ്റോറി ഇട്ടു. ദിയ കൃഷ്ണൻ മറ്റൊരു സ്റ്റോറി ഇട്ടു ഈ സീക്രട്ട് ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് 4 സ്മൈലി ഇട്ട സാധനത്തിൽ. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ദിയ കൃഷ്ണൻ്റെ ആ കമൻറ്റ് അവിടുന്ന് കാണുന്നില്ല ഗൈസ്. ദാറ്റ് ഈസ് ദി വൈനിഷിങ് ദ ബ്യൂട്ടി. ആ കമൻറ്റ് മാഞ്ഞു പോയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നല്ല കാര്യമാണ്. അത് തെറ്റ് തിരിച്ചറിഞ്ഞ് പുള്ളിക്കാരി അത് ഡിലീറ്റ് ചെയ്ത് നല്ല കാര്യമാണ്. ഡിലീറ്റ് ചെയ്തായിരിക്കാം, ആരോ ഡിലീറ്റ് ചെയ്ത്. പുള്ളിക്കാരി അതിലൊരു സ്റ്റോറി ഇട്ടു, ലൈഫ് ലെസൺ, സേ സോറി. നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമ പറയണമെന്ന് പറഞ്ഞിട്ടു. എന്നിട്ട് അതിൻ്റെ താഴെ ഏറ്റവും ചെറുതായിട്ട് എഴുതി വെച്ചേക്കുന്നു. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടു. അതെനിക്ക് ലാപ്ടോപ്പിൽ വായിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെക്കാം, നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമായിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ. എൻ്റെ സൈഡിൽ നിന്ന് ഒരു തെറ്റ് വന്നു, ഞാൻ അദ്ദേഹത്തിനോട് ക്ഷമ പറഞ്ഞു, ഞാൻ ആ സംഭവത്തിൽ നിന്ന് ഇതായി, ഞാനത് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യമാണ്. എനിക്കത് ബാഡായിട്ട് തോന്നി, ഞാൻ സോറി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഈ ദിയ കൃഷ്ണൻ അവിടെ ഇട്ടിരിക്കുന്നൊരു സാധനം. ഇനി ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നോറ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ എക്സ്പ്ലനേഷനും കൂടെ ഒന്ന് കണ്ടു നോക്കാം. മൊമെന്റിൽ ലാസ്റ്റ് ടൈമിൽ അവിടെ മൈക്കിൽ അനൗൺസ് ചെയ്ത് ഇതോടുകൂടി പ്രോഗ്രാം എൻഡ് ചെയ്യാന്ന് പറയുന്ന സമയത്താണ് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് കാര്യം ചെയ്യുന്നത്. ഇറ്റ്സ് ട്രൂ ദാറ്റ് മീഡിയാസ് മൊത്തം ഉള്ളിലുണ്ട്. അപ്പൊ നിങ്ങൾ മൈ ബി തിങ്കിങ് ഓക്കെ കേട്ടോ ഫംഗ്ഷന്റെ ടൈം ഞാൻ പോയിട്ട് എത്താക്കി. നോ, ഇറ്റ് വാസ് എൻഡിങ്. ഓക്കെ, ആ ടൈമിൽ പോയിട്ടാണ് ഞാനത് ചെയ്തത്. സോ എനിക്കിപ്പം 0 റിഗ്രറ്റ് ആണ്. ഓക്കെ, അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ടാവും ഓക്കെ ഫുഡ് വേസ്റ്റ് ചെയ്തല്ലോ, ഞാനില്ലേ കിലോ കണക്കിന് അരിയോ സാധനം തന്നിട്ട് ഞാൻ കടലിലേക്ക് ഇതാക്കി അങ്ങനെ ചെയ്ത് ഇറ്റ് വാസ് കിലോ കണക്കിന് വേസ്റ്റ് ആക്കണമെന്നില്ല ഇത്തരത്തിലൊരു കാര്യം പറയാൻ. ഒരു അരിമണിയോളം ആണെങ്കിലും അത് വേസ്റ്റ് ആക്കൽ തന്നെയാണ്. അതിൻ്റെ അർത്ഥം ആ കേക്ക് വേസ്റ്റ് ആക്കിയ സംഭവം, അതായത് അവരുടെ സിജോ പറഞ്ഞ പോലെ അത് അവരുടെ ഒരു ഫണ്ണായിരിക്കും, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ കേക്ക് മുഖത്ത് പുരട്ടിയതോ അല്ലെങ്കിൽ ആ ആഹാരം വേസ്റ്റ് ചെയ്തതോ ഒരു റിഗ്രറ്റായിട്ട് നമ്മുടെ നോറയ്ക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നൊരു സാധനമാണ്. നോറ മനസ്സിലാക്കിക്കോളൂ. അത് നിങ്ങൾ ഒരു അരിമണിയോ 1 കിലോയോ 1 ചാക്കോ വേസ്റ്റ് ആക്കൽ തന്നെയാണ്. അത് അതിനോട് മൂല്യമുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. വിശപ്പുള്ളവനെ വിശപ്പിൻ്റെ വില അറിയത്തുള്ളൂ. ഫുൾ ടൈം ഫുഡ് കഴിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും വിശപ്പിൻ്റെ വേദന മനസ്സിലാകണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ അതൊരു തെറ്റാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു വെരി സീരിയസ് ലെവൽ. അത്രയ്ക്ക് സീരിയസ് ലെവലിൽ കൊണ്ടുപോകാൻ മാത്രമേ ഇല്ലത്. ഓക്കെ, പിന്നെയുള്ള ഒരു കാര്യം, യെസ് ദിയ കൃഷ്ണ, ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയണ്ടെന്നും ഞാൻ വിചാരിച്ചതാണ്. ബട്ട് എഗെയിൻ സ്റ്റോറിയിലും ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കഷന്റെ കാര്യം കണ്ടപ്പോൾ വൈ സി നമുക്കൊരാളെ പേഴ്സണൽ ലൈഫിലേക്ക്, ഇറ്റ് വാസ് അവർ പേഴ്സണൽ സർക്കിൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പബ്ലിക്കലി ഇട്ടുകൊണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട വെച്ചാൽ നിങ്ങളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഒരു ഇൻഫ്ലുവൻസർ വേറൊരു ഇൻഫ്ലുവൻസറിനെ പറ്റി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്ട് വെരി ബാഡ്ലി. ഇപ്പൊ തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞു, എന്നെ അതാക്കും പറഞ്ഞു, ഇതാക്കും പറഞ്ഞു. അപ്പം മേ ബി യു ക്യാൻ ടെൽ ദാറ്റ് ഓക്കെ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ബട്ട് കോൺടെസ്റ്റ് ആ ഒരു രീതിയിൽ വരെ ആളുകൾക്ക് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആക്ച്വലി ഇറ്റ്സ് യു. ഇതിനകത്ത് നമ്മുടെ സിജോ പറഞ്ഞ എക്സ്പ്ലനേഷനകത്ത് ലാസ്റ്റ് ഇവരുടെ കുടുംബത്തെ മൊത്തത്തെ ആക്ഷേപിക്കുന്നുണ്ട്. കുഴിയിലിട്ട് കഞ്ഞി കുടിച്ചു എന്നൊക്കെ രീതി പറയുന്നുണ്ട്. അപ്പോൾ ഈ നോറ പറഞ്ഞ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വെക്കാം. അത് ഞാൻ വായിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സാരാംശം പറഞ്ഞുതരാം. സംഭവം ഇത്രേ ഉള്ളൂ. എനിക്ക് കുറേ ആൾക്കാർ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ അയച്ചു തന്നു. അത് ഞാൻ കണ്ടു നോക്കിയപ്പോഴത്തേനും ആ ബ്രൈഡും ഗ്രൂമും, അതായത് കെട്ടിയവനും അവർക്ക് രണ്ടിനും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഓ മൈ ഗാഡ്, ആ യൂട്യൂബ് ചാനലിൽ അവരെന്നെ വിമർശിക്കുന്നു. എന്തിന്? ഞാൻ അങ്ങനെ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നോ ഹാം ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു സെൻസിലാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ സുഹൃത്തുക്കളൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആഹാരം വേസ്റ്റ് ആക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞേ. ആഹാരം വേസ്റ്റ് ആക്കുന്നതിന് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഭർത്താവിനോട് ഇത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും ആ സാധനം തന്നെ ഉടായ്പാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇങ്ങനൊരു സ്റ്റോറി പുള്ളിക്കാരി ഇടുകയും ചെയ്തു. അപ്പോൾ അതായത് പുള്ളിക്കാരി
കയറി നടത്താം. അത് മാത്രമല്ല പുള്ളിക്കാരി ഇന്ന് മറ്റൊരു സ്റ്റോറി ഇട്ടു, ആസ്ക് മീ എനിത്തിങ് ഐ ആം ബോർഡ് എന്നുള്ള സാധനം. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കില്ല ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഒരാൾ ചോദിച്ച ചോദ്യം, വിൽ യു എവർ വാണ്ട് ടു വിസിറ്റ് ബിഗ് ബോസ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടോ? ചോദ്യം വ്യക്തമാണേ. ഇനി ആ ചോദ്യത്തിന് പറഞ്ഞ് ഉത്തരം കേട്ടോണേ. ഐ ലവ് ആൻഡ് റെസ്പെക്ട് മോഹൻലാൽ സാർ. ഞാൻ മോഹൻലാൽ സാറിനെ ബഹുമാനിക്കുന്നു. ബട്ട് ഐ ഹാവ് പേഴ്സണലി മിറ്റ് ഹിം മോർ ദാൻ ത്രൈസ്. 3-ലധികം തവണ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഹീ ഈസ് ദി ഓൺലി പേഴ്സൺ ഐ നോ ലൈക്ക് അബൌട്ട് ബിഗ് ബോസ്. ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് അറിയുമ്പോഴത്തന്നെ എനിക്ക് അദ്ദേഹത്തെ മാത്രമേ അറിയത്തുള്ളൂ. അതർ ദാൻ എനിക്ക് ലക്ഷങ്ങൾ കിട്ടിയാലും ഞാൻ എൻ്റെ കാലവിടേക്ക് വെക്കത്തില്ല. എനിക്ക് പേളിയെയും ശ്രീനീഷിനെയും മാത്രമേ അവിടെ അറിയത്തുള്ളൂ, മറ്റ് കണ്ടസ്റ്റൻസിനൊന്നും അറിയില്ല, ബാക്കി ആരെയും അറിയില്ല. ബട്ട് അതിൻ്റെ പേരിൽ ഒഫൻഡഡ് ആയിട്ട് കാര്യമില്ല. എന്നെ അറിയാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട്. ബട്ട് ദാറ്റ് ഡസൻ മീൻ ദേ ആർ ബാഡ് പീപ്പിൾസ്. അതിൻ്റെ അർത്ഥം അവർ മോശമായ ആളുകളല്ല എന്നല്ല. സോ ഇഫ് ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയില്ല എങ്കിൽ ദാറ്റ് പ്രോബബ്ലി മീൻസ് യു വുഡ് ബി സംവൺ ഹൂ ഹാസ് നോട്ട് ബിക്കം പോപ്പുലർ ഇനഫ് ടു ക്യാച്ച് മൈ അറ്റൻഷൻ. അതിൻ്റെ അർത്ഥം എൻ്റെ ശ്രദ്ധ നേടാനും മാത്രം നിങ്ങൾ പ്രമുഖരായില്ല എന്നുള്ളതാണ്. എന്തൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി അങ്ങ് ഭയങ്കര സംഭവം എന്നുള്ള മൈൻഡ് സെറ്റാണ് അവിടെ ഉറപ്പിക്കുന്നത്. അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ റാദർ ദാൻ ബീയിങ് ഒഫൻസീവ്. ഇത് സ്വീകരിച്ച് മുന്നോട്ട് പോടെ കൊച്ചു പിള്ളേരെ എന്നാണ് പറയുന്നത്. അതിനർത്ഥം പുള്ളിക്കാരി തന്നെ പറഞ്ഞു, ഞാൻ വലിയ സെലിബ്രിറ്റിയാണ്, എൻ്റെ അടുത്തേക്ക് നിങ്ങൾ റീച്ച് ചെയ്യണമെങ്കിൽ ഈ ബിഗ് ബോസ് പോലത്തെ ചീള് സാധനങ്ങളൊന്നും പോരാ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ അറിയില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ബാക്കിയുള്ളവരെയൊക്കെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ഇതിനകത്ത് നിങ്ങൾ ബിഗ് ബോസിൽ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. പോകും, ഇല്ല എന്നൊരു റീസണാണ്, ഉത്തരമാണ് നിങ്ങൾ പറയേണ്ടത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് മറ്റെന്തരോ. ഇനി അടുത്തൊരു ചോദ്യം, ഇഫ് യു ഗെറ്റ് എ മാജിക്കൽ പവർ ദാറ്റ് യു ക്യാൻ ചേഞ്ച് വൺ തിങ് ഇൻ ദിസ് വേൾഡ്, വാട്ട് വുഡ് യു ചേഞ്ച്? നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം മാറ്റാനുള്ളൊരു മാജിക്കൽ പവർ കിട്ടിയിരുന്നെങ്കിൽ, ഒരു മാന്ത്രിക ശക്തി കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? അതിന് പുള്ളിക്കാരി കൊടുത്ത ഉത്തരം, ടഫ് ക്വസ്റ്റ്യൻ, കഠിനമേറിയ ചോദ്യം. ഐ വുഡ് ലവ് ടു എൻ്റർ ദ മൈൻഡ് ഓഫ് യൂട്യൂബ് CEO. ഞാൻ യൂട്യൂബ് CEOയുടെ തലച്ചോറിനകത്ത് കയറിയിട്ട് ആൻഡ് കം അപ്പ് വിത്ത് എ ന്യൂ അപ്ഡേറ്റ് ഓൺ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റുമായി വരും. വെദർ ഇഫ് ഇറ്റ് ഈസ് ഇൻ യുവർ ഓൺ കണ്ടൻറ്, അത് നിങ്ങളുടെ സ്വന്തം കണ്ടൻറ് അല്ല എങ്കിൽ യുവർ ചാനൽ ഗെറ്റ് ഡിലീറ്റഡ്. നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആയി പോകും. അതായത് നിങ്ങളുടെ കണ്ടന്റ് അല്ല, മറ്റേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ചാനലെല്ലാം എടുത്തിട്ട് ഡിലീറ്റ് ആക്കും. ഇതാണ് പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത്. ഹൗ അബൌട്ട് ദാറ്റ്? അതെങ്ങനെയുണ്ട്? പ്രിട്ടി കൂൾ, ഈസ് ഇറ്റ്? അടിപൊളിയല്ലേ? ഇനി നമുക്ക് നേരെ പുള്ളിക്കാരി സ്റ്റോറി ഇട്ട സാധനത്തിലേക്ക് വരാം ഇൻസ്റ്റാഗ്രാമിൽ. അതായത് വെല്ലവൻ്റെയും കല്യാണത്തിൻ്റെ വീഡിയോ വെല്ലവൻ്റെയും ചാനലിലെടുത്ത കണ്ടൻറ്റ് പുള്ളിക്കാരി എടുത്തിട്ടിട്ട് അതിൻ്റെ താഴെയാണ് പുള്ളിക്കാരി, ഐ സീരിയസ്ലി ഡോണ്ട് നോ ഹൂ ദേ ആർ, ബട്ട് ഈ സംവൺ ഡിഡ് ഇറ്റ് to my man or some special day on our special day he wouldn't live another day to eat a cake എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നത്. അപ്പോൾ ഇത് മറ്റൊരാളുടെ കണ്ടന്റ് അല്ലേ നിങ്ങൾ ഈ എടുത്തിട്ട് പറഞ്ഞേക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പൂട്ടിപ്പോണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾക്കൊരു ന്യായം, മറ്റുള്ളവർക്കെല്ലാം വേറൊരു ന്യായം അല്ലേ? അത് കൊള്ളാം. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ദിയാകൃഷ്ണന് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഞാൻ ഭയങ്കര സൂപ്പർ സെലിബ്രിറ്റിയാണ്, എനിക്കവിടെ ആ ലോകത്ത് ആരെ അറിയേണ്ട കാര്യമില്ല, പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ അറിഞ്ഞിരിക്കണം, എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് പുള്ളിക്കാരി വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ചുറ്റുമുള്ള എല്ലാവരും പുച്ഛമാണ്. ഈ സാധനമൊക്കെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ നന്നായിരിക്കും. ഒരു പക്ഷേ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചതുകൊണ്ടാവാം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനെ നമുക്ക് തെറ്റ് പറയാനൊന്നും സാധിക്കില്ല, കാരണം വളർന്നു വന്ന സാഹചര്യത്തിലല്ലേ ജീവിക്കും. പക്ഷേ കുറച്ചൊക്കെ എളിമയും മറ്റുള്ള ഒരാളെ മനസ്സിലാക്കാനുള്ളൊരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. നിങ്ങളിങ്ങനെ ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ പെരുമാറുന്നതുകൊണ്ടാണ് പല ആളുകളും നിങ്ങളെ എതിർക്കുന്നത്, നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ പോലീസിനെ വിട്ടത് നിങ്ങൾക്കെതിരെ എതിർപ്പ് വന്നു. ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ ആവശ്യമില്ലാതെ നിങ്ങൾ വള്ളി പിടിച്ചാണ്. സീക്രട്ട് ഏജൻറ്റിനെ മൊത്തത്തിൽ നിങ്ങൾ ഞാൻ ഒരു കിടിലുമാണ്, നിങ്ങളൊക്കെ ആരുടെ ചിന്നപ്പലെ എന്നൊരു മൈൻഡ് സെറ്റ് മാറ്റിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നേനെ. ഇതൊക്കെയാണ് കറൻ്റ്ലി ഇപ്പോൾ യൂട്യൂബിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സഭ്യമായ ഭാഷയിൽ മാത്രം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.